Hi friends, Assalamu alaikum. Welcome to my channel. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് സിമ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ടൊരു സ്പഞ്ചി കാറ്റൊക്കെ റെസിപ്പി ആയിട്ടാണ്. ഓവനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു മീഡിയം സൈസ് 2 കാറ്റ് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല ഏലക്കാപ്പൊടി ചേർക്കണമെന്ന്, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിന് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിതിനെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കണം. നമുക്ക് 2 മുട്ട എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്യാം ഒന്നും കൂടെ. അപ്പോൾ ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചെടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് ഇച്ചിരി ബാറ്റർ വെച്ച് കുറച്ച് കട്ടിയായിട്ടിരിക്കുമായിരിക്കും. പേടിക്കൊന്നും വേണ്ട, കുറച്ച് പാല് വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഞാനൊരു ഗ്രീസ് ചെയ്ത ഒരു സോസ് പാൻ കേക്ക് ഉണ്ടാക്കുന്ന സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു പാനിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് ആയിട്ടുള്ള കേക്കാണിത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും.